Hi everyone, welcome to another session from Quantitative Aptitude. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ദ ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ ഇതിൽ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, so let's go on to the first problem. I'll give you 1 minute time to read the problem and to understand and approach the problem. In the meanwhile, in the background I'll read through the problem, make you give some hints. ഇതായിരിക്കും നമ്മൾ ഗോയിങ് ഫോർവേഡ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദർ ഇസ് എ സം വിച്ച് ഈസ് ലെൻഡ് അറ്റ് എ റേറ്റ് ആൻഡ് ഇറ്റ് ബിക്കംസ് 1.44 times. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ഗ്രോ ചെയ്യുന്നത് and value in 2 years. If the same sum is lent at similar interest at the same rate, in how many years would it double itself? So നമ്മളൊരു പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. Just think of it whether we can apply that property here. ഏതായാലും 1 minute ടൈം ഉണ്ട് നിങ്ങൾക്ക് to solve this problem. Okay, your time ends now. So I don't think you might have got the time to solve the entire problem. Property use ചെയ്ത് ചെയ്യാം എന്നുള്ള അപ്രോച്ച് മനസ്സിൽ വന്നിട്ടുണ്ടാവും പലർക്കും. But see, the property that we have learned in the concept class and also practiced in the problem solving session, that was the case when both the cases അതായത് T2 by T1 equal to N2 minus 1 by N1 minus 1 ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഇവിടെ നമ്മൾ 1.44 ടൈംസ് ആയിട്ട് 1.44 minus 1 sorry, this is n1 അല്ലേ, ഇത് n1 ആകുമ്പം അതായത് this is equal to n2 എന്താണ്? if the same sum is lended with the same rate, when years would it double itself? So double itself ആകുമ്പോൾ 2 minus 1, n1 is equal to 1.44 minus 1, t2 by t1 എന്താണ്? t1 was 2 years initially. See, ഈ ഒരു ഇങ്ങനെ ഇത് സോൾവ് നമുക്ക് ചെയ്യണമെങ്കിൽ both the cases it should have been in the simple interest case. but ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? this is a compound interest case. ഫസ്റ്റ് കേസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് വാല്യൂ ആഡ് ചെയ്യുന്നത്, സെക്കൻഡ് കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ജമ്പ് ടു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്ത് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് റീഡ് ദ ക്വസ്റ്റ്യൻ thoroughly ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഐ എം എക്സ്പ്ലെയിനിങ് ദിസ് ബിക്കോസ് ദിസ് ഹാസ് ഹാപ്പൻ ടു എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. വി ഷുഡ് ബി അപ്രോച്ചിങ് ദ പ്രോബ്ലം ഇൻ എ എൻറ്റയർലി ഡിഫറെൻറ്റ് വേ. സോ അത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു യുവർ ടോട്ടൽ എമൗണ്ട് മൈനസ് യുവർ principal amount. So total amount in the formula എന്താണ്? A equal to your initial principal into 1 plus r by 100 the whole power n minus p അല്ലേ? ഇതെല്ലാം നമ്മുടെ ഫോർമുല ടു ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു again a minus p which is equal to pnr, sorry, simple interest is directly si is equal to pnr by 100 or we can use a minus p അല്ലേ? ഇനി എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? പിയും ഈ പിയും സെയിം ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ആർ ഇസ് സെയിം ആസ് ദിസ് ആർ. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ്, നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് ഹിൻ്റായിട്ട്? ഇറ്റ് ഗ്രോസ് ടു ഇനീഷ്യലി നമ്മൾ കിട്ടിയ ഒരു certain വാല്യൂ ഉണ്ട്, ഒരു പ്രിൻസിപ്പൾ ഉണ്ട്. ഇറ്റ് ബിക്കംസ് 1.44 times in 2 years. അതേപോലെ സെയിം സം നമ്മൾ അത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റ് ദ സെയിം റേറ്റ് ഹൗ മെനി ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും അത് ഡബിൾ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ജസ്റ്റ് അസ്യൂം യുവർ ഇനീഷ്യൽ പ്രിൻസിപ്പൽ വാസ് ഈക്വൽ ടു 100 അല്ലേ? കാരണം പ്രിൻസിപ്പൽ സെയിം ആണ് രണ്ട് കേസിലും. വി ക്യാൻ അസ്യൂം എനി വാല്യൂ, ബട്ട് കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഐ ആം ജസ്റ്റ് അസ്യൂമിങ് 100. നമുക്ക് എക്സും വൈ ഒക്കെ എടുത്ത് സോൾവ് ചെയ്യും, ബട്ട് റാദർ ദാൻ ദാറ്റ് ഐ വിൽ ഗോ വിത്ത് എ നമ്പർ. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ എ? 1.44 into 100 അല്ലേ? ഇറ്റ് ബിക്കംസ് 1.44 times in 2 years, so which is equal to 1440. Sorry, this is equal to 144 rupees. And your compound interest എത്ര ആണ് അപ്പം? 144 minus 100 is equal to 44 അല്ലേ? So this is given to you. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് let us try to solve this. So I think we can directly use this formula for a is equal to a എത്രയാണ്? 144 അല്ലേ? is equal to 1 into 1 plus r by 100 the whole power n multiplied with your p. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് r കണ്ടുപിടിച്ചൂടെ അല്ലേ?
So in order to solve for r, we can just use this formula. So 144 equal to 100 into 1 plus r by 100 the whole power n. n എത്രയാണ് ഇവിടെ? n is equal to 2 years ആണ് അല്ലേ? സോ നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. സോ 144 is equal to 100 into 1 plus n was okay r by 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, the whole power n. So this is equal to 144 by 100 equal to 1 plus r by 100 the whole root അല്ലേ, സെക്കൻഡ് റൂട്ട്. ഇതിനെ 1 by n ആക്കി നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പം സ്ക്വയർ റൂട്ട് വരും. 144ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 12 ആൻഡ് 100ൻ്റെ സ്ക്വയർ റൂട്ട് is equal to 10. So 1 plus r by 100. Now just solve for r. r is equal to how much? So this is 12 minus 10 by 10, 2 by 10 into 100. So r is equal to 20% അല്ലെങ്കിൽ 20. r is equal to 20 or small r is equal to 20%. So this is how we write it. Capital R is equal to 20 and small r is equal to 20%. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. Now we just have to substitute this value in the formula for simple interest. Simple interest is equal to PNR by 100 അല്ലേ. So principal എത്രയാണ് നമ്മുടെ? Principal was 100. Number of years question എന്താണ്? Okay, questionൽ we are asked to find the number of years ആണ്. So simple interest is equal to എത്ര ആയിരുന്നു? Simple interest at the rate of 100 into n into r. r is equal to 20 by 100. So we don't know what is simple interest. അപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂ എന്താണ്? We know how much is the total compounded value. That is equal to how much? That is equal to, given if the sum is lent at simple interest at the same rate, and how many years would it double itself? So initially 100 ആയിരുന്നത് 200 ആവണം അല്ലേ. 100 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ, ഇറ്റ് ബിക്കെയിം 200. So 200 minus 100 എത്രയാണ്? This is equal to your simple interest is equal to your total amount minus compounded at the end of 2 years minus 100 your principal, which is equal to 100. So ഇവിടെ നമുക്ക് 100 substitute ചെയ്യാം അല്ലേ. We can just substitute this value here. So this becomes, we can cancel these values out. n is equal to 100 by 20, which is equal to 5 years. So നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ is option C, which is equal to 5 years. So this is the right answer. സോ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തതെന്നുള്ള എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യലി വാട്ട് വി ഹാവ് അസ്യൂംഡ് ഇസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഹിൻസ് പ്രകാരം വി ജസ്റ്റ് അസ്യൂം ദാറ്റ് ദ പ്രിൻസിപ്പൾ ഈസ് 100. അത് 1.44 ടൈംസ് ഗ്രോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 100 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യുന്നത്, കാരണം ഇൻ ഓർഡർ ടു മേക്ക് ദ മൾട്ടിപ്ലിക്കേഷൻ സിംപ്ലർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള റേറ്റ് കണ്ടുപിടിച്ചു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്നിട്ട് ആ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിലും വരുന്നത്. ആ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തു, ബിക്കോസ് ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ആസ് എ ഹിൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് ടു ബിക്കം ഡബിൾ ദാറ്റ് വാല്യൂ ഓഫ് ദ പ്രിൻസിപ്പൽ, അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. സോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആ പ്രോപ്പർട്ടിനെ കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാണ്. T2 by T1 equal to N2 minus 1 the whole divided by N1 minus 1 എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഓൺലി ടു ബി യൂസ്ഡ് ഇൻ കേസ് വെൻ ബോത്ത് ദ കേസസ് ആർ ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായിരിക്കണം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് കേസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെക്കൻഡ് കേസ് സിമ്പിൾ ഇൻട്രസ്റ്റുമാണ്. അപ്പം ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ലോജിക്കും ഹിൻസും എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിലായിരിക്കണം ക്വസ്റ്റനെ സോൾവ് ചെയ്യുന്നത്. Okay, so let's move on to the next question now. Again, I'll give you 1 minute to read through the question. I'll give you the hints. Your time starts now. So JIPMAT 2021 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. And let's see how to solve this. And your time ends now. So ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ മാൻ ഈസ് പേയിങ് 40 times the annual rent. അത് റെൻറ്റിൻ്റെ 40 times ഓഫ് വാല്യൂ കൊടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ആ ബിൽഡിംഗ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ദ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഹി ഡിറൈവ്സ് ഫ്രം ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ്.
സോ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ഈ ആൾ വാങ്ങുന്നത്? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നും അല്ല. വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇയാളൊരു ബിൽഡിംഗ്, ദർ വാസ് എ ബിൽഡിംഗ് ആൻഡ് ദർ ഇസ് എ പേഴ്സൺ. ഓക്കെ, സപ്പോസ് യു ആർ ദ പേഴ്സൺ. നിങ്ങൾ പോയിട്ട് ഈ ബിൽഡിങ്ങിനെ വാങ്ങുന്നു. ഈ ബിൽഡിങ്ങിന് നിങ്ങൾ വാങ്ങുന്ന കോസ്റ്റ് എത്രയാണ്? പർച്ചേസിങ് കോസ്റ്റ്, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? പർച്ചേസിങ് കോസ്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 40 times യുവർ ആനുവൽ റെൻറ്റ്. നിങ്ങൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ആനുവൽ റെൻ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന തുകയുടെ 40 ഇരട്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ ആ ബിൽഡിങ് വാങ്ങുന്നത്. ഇൻ ദാറ്റ് കേസ് വാട്ട് ഈസ് യുവർ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം? റേറ്റ് പെർസെൻറ്റേജ് എന്താണ്? റേറ്റ് പെർസെൻറ്റേജിനോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓരോ ഇയറിലും റിട്ടേൺ ഓൺ ദിസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എത്ര വാല്യൂ കിട്ടും എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ ഇയറിലെ റിട്ടേൺ, സോ ഇയർലി റിട്ടേൺ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ റേറ്റ് പെർസെൻറ്റേജ്. സോ ക്വസ്റ്റനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഇയർലി റിട്ടേൺ എന്തായിരിക്കും? ഈ ബിൽഡിംഗ് ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇയർലി കളക്ട് ചെയ്യുന്നത് എന്താണ്? അതിൽ നിന്നുള്ള ആനുവൽ റെൻ്റ് ആയിരിക്കും, അതല്ല നിങ്ങളുടെ റിട്ടേൺ. സോ ദിസ് ഈസ് ഈക്വൽ ടു ആനുവൽ റെൻറ്റ് ദ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ് ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 times ആനുവൽ റെൻ്റ് എന്നുള്ള ഹിൻഡ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആനുവൽ റെൻറ്റ്. സോ ദിസ് ആൻഡ് ദിസ് ക്യാൻസൽസ് ഔട്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ആൻഡ് റേറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഷുഡ് ബി ഇൻ പെർസെൻറ്റേജ് ഇൻറ്റു 100. സോ 100 ദ ഹോൾ ഡിവൈഡ് ബൈ 40. ദിസ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ദിസ് ഇസ് ഈക്വൽ ടു 2.5%. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? എങ്ങനെയാണ് നമ്മൾ ഈ സോൾവ് ചെയ്തതെന്നുള്ളത്? സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, ബട്ട് റാദർ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ദ അപ്രോച്ച് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തിൻ്റെയും ഒരു റിട്ടേൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ ഇയർലി റിട്ടേൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർലി റിട്ടേൺ ദ ഹോൾ ഡിവൈഡ് ബൈ യുവർ ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓർ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ക്ലിയർ ആക്കേണ്ടത്. സോ വിത്ത് ദാറ്റ് വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം സ്ട്രേറ്റ് അവേ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ കഴിയുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. JIPMAT 2021 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം നൗ. ഓക്കെ, അഗെയിൻ ഐ വിൽ ഗിവ് യു 1 minute ടൈം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഒരു സം ഓഫ് മണി അമൗണ്ട്സ് ടു ₹800 in 2 years and to ₹920 in 3 years. Then the present sum of money is equal to what എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. And your time ends now. Okay, so നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഡേറ്റ ഈസ് ഗിവൺ. അതായത് ഇയർ 2 ദ വാല്യൂ ബിക്കംസ് 800 അല്ലേ? അമൗണ്ട്സ് ടു ₹800 in 2 years. യുവർ എമൗണ്ട് ഇസ് 800. ഇയർ 3 ദ എമൗണ്ട് ബിക്കംസ് 920 അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് ബിറ്റ്വീൻ ഇയർ 2 and ഇയർ 3? ദിസ് ഇസ് ഈക്വൽ ടു 920 minus 800 which is equal to 120 അല്ലേ? അപ്പോൾ ഇയർ 1 at the end of year 1, at the end of year 2 ആണ്. at the end of year 2 ആണ്. this is at the end of year 3 ആണ്. at the end of year 1 എത്ര ആയിരിക്കും? അപ്പം 800 minus 120. this is in simple interest. okay, so this is equal to 680. at the end of year 1 നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാല്യൂ 680 ആണ്. ബട്ട് ക്വസ്റ്റനിൽ ചോദിക്കുന്ന പ്രസൻറ്റ് സം ഓഫ് മണി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി, അതായത് പ്രിൻസിപ്പൽ എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ പ്രിൻസിപ്പൽ എത്രയാണ്? 680 minus 120 which is equal to how much? 560 അല്ലേ? സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. വി ക്യാൻ ഡയറക്ട്ലി ഫ്രം ദ പ്രോബ്ലം നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ബിക്കോസ് വി നോ ദ കോമൺ ഡിഫറൻസ് ഇസ് 120 വിച്ച് ഇസ്, നമുക്ക് അഡീഷണൽ പ്രോപ്പർട്ടി അറിയുന്നത് എന്താണ്? common difference, like all the simple interest problems are in arithmetic GP അല്ലെ AP ലായിരിക്കും, arithmetic progression ലാണ്. So common difference is equal to 120 which is equivalent to your simple interest.
you're asked to find the initial value, അതായത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ആണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഡയറക്ട്ലി യു ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. സോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വിൽ ബി സോൾവിങ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അൺടിൽ ദാറ്റ് can go through the concept sessions and also the value added nodes. അതൊന്നും കൂടെ ഒന്ന് കവർ ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ടോപ്പിക്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, ആൻഡ് ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ, അതായത് പ്രീവിയസ് പ്രോബ്ലംസിലേക്ക്. ഓക്കെ.